ഈ യാത്ര വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ പോയത്. എൻ്റെ മോൾ ജർമ്മനിയിൽ നിന്നും വന്ന് അവൾ സ്പോൺസർ ചെയ്ത യാത്രയാണ്. 2024 നവംബർ മാസം 14, 15 തീയതികളിൽ ഞങ്ങൾ താമസിച്ചത് ബോട്ടിൽ ബ്രഷ് ദേവികുളം ബോട്ടിൽ ബ്രഷ് എന്നുള്ള ഹോം സ്റ്റേയിലാണ്. വളരെ മോശം ഒരു ഹോം സ്റ്റേ ആയിരുന്നു. 2 ദിവസത്തെ യാത്രയ്ക്ക് പോയത് ഞങ്ങൾ കട്ട് ചെയ്ത് തിരിച്ചു പോരുകയായിരുന്നു. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണ്. നിങ്ങൾ ഓർത്തു വെച്ചോളൂ, ബോട്ടിൽ ബ്രഷ് ദേവികുളം. വ്യൂ പോയിന്റ്. ഒരു ഭ്രാന്തിയുടെ ഫോട്ടോ എടുക്കണേ. ഭ്രാന്തി. ഒരു വൈഡായിട്ടൊന്ന് എടുത്ത് വേണ്ട. ഞങ്ങൾ മൂന്നാറിലെ രാത്രിയിൽ ഞങ്ങളുടെ മൂന്നാറിലെ രാത്രിയിൽ റിസോർട്ടിലാണ്. ബഹുകേമം, സന്തോഷം. മോളെ, എൻ്റെ ഫോട്ടോ, എൻ്റെ വീഡിയോ എന്നൊക്കെ എടുക്കണം. പിടിച്ചാൽ മതി. എൻ്റെ ഭാര്യയുടെ നമ്മൾ കഴിക്കുന്ന ആഹാരം, നമ്മൾ ലഘു ഭക്ഷണം കഴിക്കുക രാത്രി. കട്ട് താമസിച്ചതിന് തൊട്ടടുത്തുള്ള ടീ എസ്റ്റേറ്റിലേക്കുള്ള വഴിയാണിത്. എത്ര നൂറ്റാണ്ട് പഴക്കമുള്ള തേയിലച്ചെടിയാണെന്നറിയാം. ഇതിൻ്റെ വേരുകളൊക്കെ ഉണ്ടോ? ഞങ്ങൾ താമസിച്ച ഒരു ഹോം സ്റ്റേ ആണ്. വളരെ മോശമായിരുന്നു അവിടുത്തെ ഇടപാടും പെരുമാറ്റവും സൗകര്യങ്ങളും ഒക്കെ. പിന്നെ സഹിച്ചു. എന്നാലും അതൊന്ന് കണ്ടിരിക്കണമല്ലോ. നിങ്ങളൊന്ന് കണ്ടിരിക്കുക. എൻ്റെ പേരും ഞാൻ അടിയിൽ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടി ദേവികുളത്ത് എത്തുകയാണ്. എൻ്റെ മകള് ജർമ്മനിയിൽ നിന്ന് വന്നു. ഞങ്ങൾ 2 ദിവസം താമസിക്കത്തക്കോണമുള്ള രീതിയിൽ വന്നതാണ്.
ആദ്യത്തെ ദിവസം തന്നെ ഇത് കട്ട് ചെയ്ത് തിരികെ പോന്നു. അതാണ് ഞങ്ങൾക്കുണ്ടായ അനുഭവം. എന്നാൽ നല്ല ചാർജ് ആയിരുന്നു. ഞങ്ങൾ 4 പേർക്ക് താമസിക്കുന്നതിന് വേണ്ടിയുള്ള റൂമാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ കഷ്ടിച്ച ഒരു ബെഡ്, പിന്നെ ഒരു കൊച്ചു ബെഡ്, പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് രാത്രി കിടന്നു. 6000 മുകളിൽ രൂപ വാടകയും വാങ്ങിച്ചാണ് ഞങ്ങളോട് കണ്ട കൊച്ചൊരു ബെഡ്, എനിക്ക് ഒരു ബെഡ് ഈ കൊലച്ചത് ചെയ്തത്. ആഹാരമോ വളരെ മോശം. ബോട്ടിൽ ബ്രഷ്, ദേവികുളം ബോട്ടിൽ ബ്രഷ് നിങ്ങൾ ഓർത്ത് വെച്ചോളുക, ഒരു കാരണവശാലും അവിടെ പോയി വീഴരുത്. ദേവികുളം ബോട്ടിൽ ബ്രഷ് ഹോം സ്റ്റേ. ഞങ്ങൾ താമസിച്ചതിന് തൊട്ടടുത്തായിരുന്നു ദേവികുളം ഹയർ സെക്കൻഡറി സ്കൂൾ. അവിടുത്തെ പ്രിൻസിപ്പൽ എൻ്റെ ഭാര്യയുടെ ഒരു സുഹൃത്താണ്. അവർ നമ്മുടെ നാട്ടുകാരിയാണ്. ട്രാൻസ്ഫർ ആയിട്ട് ഇപ്പോൾ അവിടെ പ്രിൻസിപ്പളാണ്. ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ദേവികുളം ടീ എസ്റ്റേറ്റിലാണ്. ടീ എസ്റ്റേറ്റ്, തേയിലത്തോട്ടം. ഇവിടെ തേയില നുള്ളുന്ന കൊന്ത് നുള്ളുന്ന ഇല്ലേ, കൊളുന്ത് നുള്ളുന്ന വനിത 1, 2, 3 അവരുമായിട്ടൊരു ഫോട്ടോ എടുക്കുകയാണ്. ഈ കൊളുന്ത് നുള്ളുന്നതിനെ പറ്റി നിങ്ങൾക്ക് എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം. കൊളുന്ത് എങ്ങനെയാ നുള്ളുന്നത്? കൈ കൊണ്ടാണോ? നമ്മൾ കൊളുന്തത് പ്രായം ഇതാവുന്നതിന് മുമ്പ് നുള്ളിയില്ലെങ്കിൽ ഇല പന്നലാവും. ഒന്ന് നുള്ളി കാണിക്കാമോ? തേയില എടുക്കാം. ഒന്ന് നുള്ളി കാണിക്കാമോ? എന്നിട്ട് ക്യാമറയിൽ കാണിച്ച്. ഇതാണ് നിങ്ങൾ തേയിലയാക്കുന്നത് ഇല്ലയോ? അതെ. തേയില കച്ചവടം ഉണ്ടോ? ഇപ്പൊ സീസൺ മോശം. ഇതെല്ലാം നിങ്ങളുടെയാണോ? ഇത് എസ്റ്റേറ്റ് ഒന്നും നമ്മളല്ല, നമ്മൾ തൊഴിലാളി. നിങ്ങൾ അച്ഛൻ ഇവിടെ കുറച്ച് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞത്? അച്ഛനൊന്നും എസ്റ്റേറ്റ് ഇല്ല, പാവങ്ങളാ. അന്നേരം ഇവിടെ ദിവസം വരുമോ കൊളുന്നുള്ള? പണികളൊപ്പം വരും. വിവാഹിതയാണോ? അല്ല. എത്ര ക്ലാസ് വരെ പഠിച്ചു? 10ാം ക്ലാസ്. പത്തി തോറ്റ്. അതിന്റെ ഒരു അഹങ്കാരമില്ല. നിങ്ങളെ പത്തി തോറ്റോ? നിങ്ങൾ കൊളുന്ത് ഉള്ളിൽ കാണിച്ച്. എനിക്കറിയത്തില്ല, ഞാൻ സൂപ്പർവൈസ് ചെയ്യാൻ വരുന്നതാ. ഇവിടെ സൂപ്പർവൈസറാ നിങ്ങള്? ഞാൻ മേഡം. ഈ സൂപ്പർവൈസർ ഇവര് കൊളുന്തുള്ളത് കൃത്യമായിട്ടെല്ലാം നോക്കുന്ന ആളെയാണ്. ഞാൻ പിന്നെ 10:30 നിങ്ങൾ വരുന്നുണ്ടോ എന്റെ കൂടെ? വരാം, കൊണ്ടുപോകണമെങ്കിൽ വരാം. അവിടെ കൊളുന്തുള്ളാനൊന്നും പറ്റത്തില്ല. പോച്ച പറിക്കണം. ശമ്പളം കൂട്ടി തരുവാണെങ്കിൽ. ശമ്പളം ഇവിടെ എത്ര രൂപ കിട്ടും? ദിവസക്കൂലിയാ. എത്ര? എന്നും പുറത്ത് പറഞ്ഞാൽ എനിക്ക് വേറെ എസ്റ്റേറ്റിലൊന്നും പോയി പണിയെടുക്കാൻ പറ. താങ്കൾ പറ എത്ര? 250 രൂപ. 250 രൂപ. വീട് പട്ടിണിയാവൂലെയോ?